ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? 2 ദിവസമായിട്ട് ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത് വന്ന് എൻ്റെ നാത്തൂനും മോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എലത്തൂരത്തെ 2 ദിവസം നമ്മളെടുത്ത് നിൽക്കാൻ വന്നാണ് വെള്ളിയാഴ്ച. അപ്പം ഇത് പിറ്റേന്നാണ് കേട്ടോ. അപ്പം ബോട്ടിയും പൂളിയൊക്കെ നമുക്ക് വെച്ച് കറി വെച്ച് ഈവനിങ്ങിന് ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പരിപാടിയിലേനു. അപ്പോൾ ഇതാ നമ്മളിങ്ങനെയാണ് വെക്കൽ. പല തരത്തിലൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മളിതേപോലെ ഫ്രൈ ഒക്കെ ആക്കി വെച്ചിട്ട് അതിലേക്ക് പൂളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കലാണ്. അപ്പോൾ ഇതും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ എന്താ പൂള നന്നാവണം എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ ഞാനും താത്തയും കൂടിയൊക്കെയാണ് എടുത്തത്. ആദ്യമൊക്കെ ഇത് ആരും കഴിക്കാത്തൊരു സംഭവമായിരുന്നു ബോട്ടിയൊക്കെ വെറുതെ കിടക്കൽ. പക്ഷേ ഇപ്പം അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ബുക്ക് ചെയ്യണം. ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുള്ളൂ, അല്ലേ പിറ്റേന്നത്തേക്ക് ബുക്ക് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം കഴിക്കാത്തവരൊക്കെ ഇപ്പോൾ കുറേ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. തട്ടുകടയിലൊക്കെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഡിമാൻഡുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ കുത്തിയൊടിച്ച് കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഉണ്ടാക്കിയതിനെക്കാട് ഇതാ തന്നെ എന്തൊക്കെയോ വേറൊരു സ്റ്റൈൽ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. കടുകിട്ട് വറുത്തിട്ടും അങ്ങനെയൊക്കെ എന്തോ ഒരു മോഡലാക്കിയിട്ട് സെറ്റാക്കി തന്നിക്കണ്. അപ്പം നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞതിൽ പൂള നന്നാവണം, അത്രേ ഉള്ളൂ. എൻ്റെ മോനിക്ക് കഴിക്കാൻ ചെറിയൊരു മടിയുണ്ട് കേട്ടോ. വേറെ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിതാ ടി വിയിൽ ഇങ്ങനെ കാണാണ് നമ്മൾ വയനാട്ടിലത്തെ സംഭവങ്ങളൊക്കെ കണ്ടെന്ന് തരുത്ത് നിന്ന്. ഇത് പിറ്റേന്നത്തെ ഒരു ദിവസമാണ് രാവിലത്തെ. അപ്പോൾ നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാനല്ല ഉമ്മ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആക്കാമെന്നൊക്കെ. കാരണം ഞാൻ പുറത്തുള്ള നമ്മളെ പൊടി കൊണ്ടാണ്, പുറത്ത് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അജ്മി അങ്ങനെയുള്ള പൊടിയൊക്കെ എടുത്തിട്ടാണ് പുട്ടിടൽ. പക്ഷെ എനിക്ക് ഈ ഒരു ഐഡിയ അറിയില്ല കേട്ടോ. നമ്മളെ സാധാ അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കിളറിയിട്ടൊക്കെ അങ്ങനെ ആക്കാന്നുള്ള ഒരു ഇതുണ്ട്. എനിക്കറിയില്ല, അമ്മ ഇങ്ങനെ ബേക്കിൽ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് ചെയ്യുന്നത്. അങ്ങനെ ഇതായി ഈ ഒരു പരുവത്തിലാക്കിക്കണേ. അപ്പോൾ ഞാനൊന്ന് ചുട്ട് നോക്കാം കേട്ടോ. എനിക്കൊരു ഐഡിയ ഇല്ല അതിന് വല്ല ഉറപ്പുണ്ടോ. അങ്ങനെ ഇമ്മക്ക് അങ്ങനെ ആണ് ആക്കൽ. ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇല്ലേ സത്യമായിട്ടും പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പിന്നെ നമുക്ക് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പൊന്ത് കറി ആയിരുന്നു കേട്ടോ. അത് ബോട്ടി വാങ്ങിയപ്പോൾ തന്നെ നമ്മൾ വാങ്ങിയതായിരുന്നു. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലത്തേക്ക് പുട്ടിലേക്ക് എടുത്താട്ടോ ഈ പൊന്ത് കറി ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ അതുപോലെ ഇസ്റ്റ് ഉണ്ടാക്കിക്കണ്, നെയ്ച്ചോറ് ഉണ്ടാക്കിയാണ്. കാരണം ഇത് താത്തക്ക് പോകണം, എലത്തൂരിലേക്ക് പോകണം അന്ന്. അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ്. കാരണം എൻ്റെ മൂത്തമ്മൻ്റെ മോന് മരിച്ചിട്ടുള്ള 15 കേട്ടോ. അപ്പം മോള് ഒന്നും വന്നില്ല, ഞാൻ കാക്കൻ്റെ കൂടെ പോവാണ്. കാക്കയാണ് ഓട്ടോ ഓടിക്കുന്ന ആൾ കേട്ടോ. അപ്പം വൈഫുണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തി. വേറെ ആരുമില്ല, നമ്മളെ വല്യമ്മൻ്റെ മക്കൾ, മരുമക്കൾ, പേരമക്കൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ ഒരു പുറത്തുനിന്ന് ഒരാളുമില്ല, നമ്മളെ ഫാമിലി മാത്രം. ഇത് അങ്ങനെ എല്ലാവരും കൂടി ആ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തതാണ്. വേറെ ഒന്നും ആരും വിചാരിക്കരുത്. കാരണം ഞാൻ മരിച്ച വീട്ടിൽ വന്ന് വീഡിയോ എടുത്ത് അങ്ങനെ കളിക്കുകയാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെ ഒരു കുടുംബങ്ങളാണല്ലോ ഇത്. അപ്പം ഞാനങ്ങനെ എടുത്തെന്നുള്ളൂ കേട്ടോ. വേറൊരു ഒരു ഉദ്ദേശമില്ല. അവരെ പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും പങ്കെടുത്ത് ആ ഒരു ഇതുള്ളൂ. ദുആയിലൊക്കെ എല്ലാവരും കൂടി അത്ര. വേറൊരു ചടങ്ങായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നായിട്ടോ ഒന്നും ആരും ചിന്തിക്കരുത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ നിങ്ങളെ ഇതാണ് എന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ മാമന്മാരെ മക്കളൊക്കെയാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ പിന്നെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഉമ്മൻ്റെ 3 ആങ്ങളമാരാട്ടോ. അതിൽ 2 ആൾ മരിച്ചുപോയി, ഒരു മാമനേ ഉള്ളൂ. ഇപ്പോൾ 3 ഭാര്യമാരാണിത്. അങ്ങനെ എല്ലാവരും പേരമക്കളും മക്കളും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മാത്രമുള്ള ഒരു പ്രാർത്ഥനയും ചടങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതേനു. അപ്പം ഞാനും ഒരു ഇത് ഉദ്ദേശിക്കരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ ഇതിലൊക്കെ എന്താ വെച്ചാൽ ഈ ഒരു ഇതല്ല, എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ പണികളൊക്കെ വേഗം പെട്ടെന്ന് തന്നെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പാത്രം കഴുകൽ അതൊക്കെ ക്ലീനാക്കിയിട്ട് എവിടെ നിന്നായാലും ഏത് വീട്ടിലായാലും നമ്മൾ ഇത് നല്ല എന്ത് പരിപാടിയാണെങ്കിലും ക്ലീനാക്കിയിട്ടൊക്കെ ആ ഒരു റാഹത്തിലൊക്കെ ആട്ടോ പോവൽ. അപ്പോൾ ഒരു നല്ല രസമാണ് അതൊക്കെ. പിന്നെ ഇത് ഒരു
ആ കരിവേപ്പില മരമാണ് കേട്ടോ. ആ കരിവേപ്പില മരം എത്രയോ വർഷമായിട്ടുള്ള ഒരു മരമായിരുന്നു. വലിയ മരമൊക്കെ ആയിരുന്നല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട് അത്. വലിയ മരമൊക്കെ ആയിരുന്നു. അത് ഇപ്പം വെട്ടി ഇങ്ങനെ ഈ ഒരു പരുവത്തിലായിട്ട്. പിന്നെ എല്ലാവരും അങ്ങനെ അതുപോലെ എല്ലാവരുടെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ എല്ലാവരും പോവാനൊക്കെ നിൽക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും